മിഡിൽ ഈസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു എന്നൊരു വിവരങ്ങൾ തന്നെയാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടത് സ്വന്തം ഓഫീസിൽ വെച്ചെന്ന സ്ഥിരീകരണം. ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യൻ കൊല്ലപ്പെട്ടുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇന്റലിജൻസ് സംവിധാനത്തെ മറികടക്കാൻ ഖമനേയിക്ക് കഴിഞ്ഞില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഖമനേയെ വധിച്ചെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇക്കാര്യം ഇറാനും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇറാനിൽ 40 ദിവസം ഔദ്യോഗിക ദുഃഖാചരണവും 7 ദിവസം പൊതു അവധിയും പ്രഖ്യാപിച്ചു. വ്യോമാക്രമണത്തിൽ ഖമേനിയുടെ മകളും മരുമകനും പേരക്കുട്ടികൾ അടക്കം കൊല്ലപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആരായിരുന്നു ഖമേനി എന്ന ചോദ്യത്തിന് 86 വയസ്സുകാരനായ ഇസ്ലാമിക പണ്ഡിതൻ 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായി തുടരുകയാണ് ഖമേനി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ നായകനായിരുന്ന ആയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ മരണശേഷമാണ് ഖമേനി ഈ പദവിയിലേക്ക് എത്തുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് എന്നൊരു പദവിയിലേക്ക് എത്തുന്നത്. ഇറാന്റെ സൈന്യം, നീതിന്യായ വ്യവസ്ഥ, ഗവൺമെന്റ് എന്നിവയിലൊക്കെ അന്തിമ തീരുമാനമെടുക്കാനുള്ള പരമാധികാരം അദ്ദേഹത്തിൻ്റെതായിരുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രീയ തലവൻ എന്നതിലുപരി ഒരു ആത്മീയ നേതാവ് കൂടിയാണ് ഖമേനി. തന്റെ ഭരണകാലത്തുടനീളം പാശ്ചാത്യ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് അമേരിക്കയുമായി കടുത്ത ശത്രുതയിലാണ് ഖമേനി ഉണ്ടായിരുന്നത്. അമേരിക്കയെ ഇറാന്റെ 1-ാം നമ്പർ ശത്രു എന്നും ഇസ്രയേലിനെ തൊട്ടുപിന്നാലെയുള്ള ഭീഷണിയുമായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ബസിജ്, അർദ്ധ സൈനിക വിഭാഗം എന്നിവയുടെ വിശ്വസ്തതയാണ് ഖമേനിയുടെ അധികാരത്തിന്റെ പ്രധാന കരുത്ത് എന്ന് പറഞ്ഞിരുന്നത്. ഇറാന്റെ ആണവ പരിപാടി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്നും രാജ്യം ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കാറുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലടക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഇറാൻ ആണവായുധങ്ങളുടെ ഒരു നിർമ്മാണം നടത്തുന്നു എന്നൊരു വിമർശനം ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു വാദം ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് തങ്ങൾക്ക് അടുത്തൊരു ആക്രമണത്തിലേക്ക് കടക്കുന്നതെന്നായിരുന്നു ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഈ ഒരു മുന്നറിയിപ്പിന് പിന്നാലെ, അല്ലെങ്കിൽ ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു ആക്രമണം ഇറാന് നേരെ ഇസ്രയേലും US സംയുക്തമായി നടത്തുന്നത്. ആ ഒരു ആക്രമണത്തിലാണ് ഏതായാലും ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർസ് കൂടി ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും ഖമേനി കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ഇറാന്റെ നിലപാട്? പിൻഗാമിയുടെ കാര്യങ്ങളിൽ എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ഇറാനിൽ വലിയ രീതിയിലുള്ള ഇപ്പോൾ അവിടെ ഖമേനിയെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ എതിർക്കുന്നവരുമൊക്കെ തെരുവിലിറങ്ങി ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഒരു പുതിയ പിൻഗാമിയെ നിശ്ചയിക്കാനുള്ള ഒരു തീരുമാനം, അതിനുവേണ്ടി ഒരു കൗൺസിലൊക്കെ നിലവിൽ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇറാഖിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇറാനിലെ ഈ ആയത്തുള്ള ഖമേനിയുടെ മരണത്തിന് പിന്നാലെ പലയിടങ്ങളിലും ബാഗ്ദാദിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഈ ഇറാനിലേക്ക് വരുമ്പോൾ നിരവധി ആളുകൾ ഇപ്പോൾ തെരുവിൽ, പ്രത്യേകിച്ച് ടെഹ്റാൻ അടക്കമുള്ള മേഖലകളിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും കുറേ പേർ, പ്രത്യേകിച്ച് ഖമേനിയുടെ ആ മരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഇറാനിലും ഇറാഖിലുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ശക്തമായ മറുപടി നൽകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇനി ഇറാൻ്റെ ആക്രമണം ഏത് വിധത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ, അതുപോലെ തന്നെ കുവൈറ്റ്, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ഒരു ഈ ഡ്രോൺ മിസൈൽ ആക്രമണം മാത്രമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിലേക്കുമുള്ള ആക്രമണമാണ് നടത്തുന്നത്. അമേരിക്കയുടെ ബേസുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോഴും അമേരിക്കയ്ക്കെതിരെ ഒരു നേരിട്ടുള്ള ആക്രമണം ഇതുവരെ നടത്തിയിട്ടില്ല. ഇനി ഏത് തരത്തിലേക്ക് അവരുടെ ആക്രമണം മാറും എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും വലിയ തിരിച്ചടി നൽകുമെന്ന് ആവർത്തിച്ച് ഇറാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ചില അപ്ഡേറ്റുകൾ വരുന്നത് നോക്കുമ്പോൾ ഈ ദോഹയിൽ ഒന്നിലധികം
സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളതാണ്. 11 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് ദോഹയിൽ നിന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലുടനീളം വ്യോമാക്രമണത്തിൻ്റെ സൈറണുകൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഇറാനിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇറാൻ അതുപോലെ തന്നെ ഈ ഇറാഖിലെ എബ്രിൽ വിമാനത്താവളത്തിന് നേരെ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ഒരു സ്ത്രീ ഇറാൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ ആയത്തുള്ള ഖമനേയിയുടെ മരണം അത് ഇറാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഖമേനിയെ വധിക്കുക എന്നുള്ളതാണ് അവർ മുന്നിൽ വെച്ചിരുന്ന അല്ലെങ്കിൽ ലക്ഷ്യമിട്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അത് ആദ്യം തന്നെ ഇന്നലെ തന്നെ കൊട്ടാരം തകർക്കപ്പെട്ട ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നപ്പോഴും ആദ്യമൊക്കെ ഇറാൻ പറഞ്ഞിരുന്നത് ഖമനേയി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പിന്നാലെ ഇന്ന് രാവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ട്വീറ്റ് ഇട്ടു ഈ ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട്. പക്ഷേ അപ്പോഴും ഇറാൻ അത് സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇറാൻ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ ഓഫീസിൽ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനിടെ ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ദിവസത്തെ പൊതു അവധിയൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ട്രംപിൻ്റെ ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വന്നത്. പകരം ഇറാൻ ഇതിന് കൃത്യമായി പകരം ചോദിക്കുമെന്നുള്ള കാര്യം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തക്കതായ മറുപടി നൽകുമെന്നുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇറാൻ ഇനി ഏത് തരത്തിലായിരിക്കും ഒരു തിരിച്ചടി നൽകുക എന്നുള്ളതാണ്. നിലവിൽ ഈ ബാലിസ്റ്റിക് ആക്രമണങ്ങളും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണങ്ങളും മാത്രമാണ് ഇറാൻ നടത്തുന്നത്. ഇസ്രായേലിൽ പലതവണ ആക്രമണം നടക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് കൃത്യമായി ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഇസ്രായേലിനൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇതുവരെ ഇറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഇനി ഏതെങ്കിലും തരത്തിലേക്ക് ഇറാൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ആക്രമണ ശൈലി ഇറാൻ മാറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും അവരെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ഖമനേയിയെ പോലെ ഒരു നേതൃത്വത്തെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഖമനേയി കുറിച്ച് പറയുമ്പോൾ ഈ രാജ്യത്തെ എങ്ങനെ ഈ ഖമനേയി ഇല്ലാതെയാകുന്നത് ഇനി ഇറാനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കിന് അപ്പുറത്തേക്ക് ഇറാനിൽ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും നിലവിൽ ഈ യുദ്ധഘട്ടത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പരമോന്നത നേതാവിനെ തന്നെ ഇറാന് നഷ്ടപ്പെടുമ്പോൾ ഇനി അവരുടെ തിരിച്ചടിയുടെ രീതി എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ സൗദി അറേബ്യ, അതുപോലെ തന്നെ ഖത്തർ, അതുപോലെ തന്നെ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അവിടെയുള്ള അമേരിക്കൻ ബേസുകളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു എന്ന് ഇറാൻ പറയുമ്പോഴും ആ മേഖലയിൽ മാത്രമായി ആക്രമണം ചുരുങ്ങുകയാണ്. പക്ഷേ അമേരിക്കൻ ബേസുകൾക്ക് അപ്പുറത്തേക്ക് നിന്ന് ഈ ദുബായിലെയൊക്കെ വികസന ചിഹ്നങ്ങളായ പല കെട്ടിടങ്ങൾക്ക് നേരെയുമൊക്കെ ജനവാസ മേഖലകൾക്കൊക്കെ നേരെ ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് അടച്ച ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള തിരിച്ചടി ലോകത്തിനുണ്ടാകുന്ന ഒരു നീക്കത്തിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടമാണ് നിലവിലുള്ളത്. ഏതായാലും ആക്രമണം ഇപ്പോൾ ദുബായിൽ നേരത്തെ ഒരു ഇടവേള ഉണ്ടായിരുന്നു. അധികം ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഈ ഡ്രോൺ ആക്രമണത്തിൻ്റെതായ വിവരങ്ങളോ ഒന്നും ആദ്യം കുറച്ച് മണിക്കൂറുകളായി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഏതായാലും പക്ഷേ ഇപ്പോൾ ദോഹയിലൊക്കെ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ദുബായിൽ ഇത്തരത്തിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായുള്ള വിവരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഖത്തറിൽ 16 പേർക്കോളം പരിക്കേറ്റ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഒരു ഇടവേള കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ഗൾഫ് GCC അതുപോലെ തന്നെ കുവൈറ്റ്, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി
സൗദിയുമായി സംസാരിച്ചിട്ടുണ്ട്. എല്ലാ പിന്തുണയും നൽകുമെന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ രാജ്യങ്ങളുടെ ഒരു നിലപാട് ഇനി എങ്ങനെയാകും എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മേഖലയിൽ നിലവിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ് ഇറാൻ ഉള്ളത്. ഇറാഖിൻ്റെ ഒരു പിന്തുണ മാത്രമാണ് നിലവിൽ ഇറാന് ഉള്ളത്. അതേസമയം ഇറാഖിലേക്കും ഈ ആക്രമണം, ഇർബിൽ വിമാനത്താവളത്തിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഈ തെരുവുകളിൽ, ടെഹ്റാൻ അടക്കമുള്ള ഇറാൻ്റെ തെരുവുകളിൽ ഈ ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആന്റണി, അതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ കടന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഖത്തറിലടക്കം ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇറാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ദുബായിലും അബുദാബിയിലും അടക്കം വിമാനത്താവളങ്ങൾക്ക് നേരെ നടന്നൊരു ആക്രമണം ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജനജീവിതത്തെ കൂടി ബാധിക്കുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ നിലവിലുണ്ടോ? നിലവിൽ ആളുകൾക്ക് കൃത്യമായ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത്, കൂടെ നിൽക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഭരണകൂടങ്ങൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിർത്തിയിൽ കൃത്യമായി തന്നെ പ്രതിരോധത്തിന് തങ്ങളുടെ സൈന്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഈ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ശരിയല്ലാത്ത വിവരങ്ങൾ, ഔദ്യോഗികമായി പുറത്തേക്ക് വരുന്ന വിവരങ്ങൾക്കപ്പുറത്തേക്ക് മറ്റ് വിവരങ്ങളൊന്നും പ്രചരിപ്പിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രവാസികളടക്കമുള്ളവർ ചിലർ ആശങ്കയിലാണ്. ഇത്തരത്തിൽ ഡ്രോണുകളും അതുപോലെ തന്നെ ഈ ആക്രമണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ. പക്ഷേ അധികം അങ്ങനെ ഒരു ആൾനാശമോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും ഈ നിലവിൽ അബുദാബിയിൽ ഇന്നലെ ഒരാൾ മരിച്ചതൊഴികെ ബാക്കി അങ്ങനെ ഈ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ ഖത്തറിലോ ഒന്നും അങ്ങനെ അത്തരത്തിൽ മറ്റ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പലപ്പോഴും കെട്ടിടങ്ങൾക്ക് നേരെ അടക്കം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊരു പരിക്കേൽക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ ഈ ഖത്തറിൽ നിന്നൊരു 16 പേർക്ക് പരിക്കേറ്റ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് മുകളിലേക്ക് ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡ്രോണുകളാണ് പ്രധാനമായും ആകാശത്തേക്ക് വരികയും ആ ഡ്രോണുകളെ വെടിവെച്ചിടുകയും ചെയ്യുന്ന സാഹചര്യം, അല്ലെങ്കിൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഭരണകൂടങ്ങൾ കൃത്യമായി തന്നെ നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ഏതായാലും ഈ വ്യോമയാന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ്റെ ആക്രമണത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ യൂറോപ്പിലേക്ക് അടക്കം പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ഗൾഫ് അല്ലെങ്കിൽ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. പല ആളുകളും വന്ന് കയറി പോകുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ്. ആ മേഖലയിൽ ഇത്തരത്തിൽ വ്യോമയാന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴാണെങ്കിലും വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ മേഖലയിലേക്കുള്ള വ്യോമയാന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ 444 സർവീസുകളാണ് ഇന്ന് എയർ ഇന്ത്യ അടക്കമുള്ളവർ റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ യാത്രക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളടക്കം അത് പരിഹരിക്കാൻ UAE ഇടപെടുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ UAEയുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. വ്യോമയാന മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് UAE അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും തുടരുന്നു. പരിഭ്രാന്തിയുടെ ആവശ്യമില്ല, ഒരു ജാഗ്രത തുടരണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ കുവൈത്ത്, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാൻ ഇസ്രയേൽ പരസ്പരം തിരിച്ചടികൾക്ക് അവർ ഒരുങ്ങുന്നൊരു സാഹചര്യം ഉള്ള ഒരു നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രയേലിലായാലും ഇറാനിലായാലും ഒട്ടേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉള്ളൊരു പ്രദേശം കൂടിയാണ് അവിടെ. അപ്പോൾ ഇന്നലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നടക്കം നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഈ ആക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഈ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നോർക്കയുടെ ഭാഗത്തുനിന്നോ ഈ വിദ്യാർത്ഥികൾക്കോ മറ്റും ലഭിക്കുന്ന ഒരു സാഹചര്യമോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ പുറത്തേക്ക് വരുന്നുണ്ടോ? നിലവിൽ ഈ രാജ്യങ്ങളിലുള്ള ആളുകളോട് അവർ ഈ രജിസ്റ്റർ ചെയ്യാൻ ഇന്ത്യക്കാരോട് എംബസികളിൽ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതാത് എംബസികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അതുമായി ഇന്നലെ ഈ പ്രശ്നമുണ്ടായ ഘട്ടം മുതൽ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. നോർക്കെ അടക്കം അതുപോലെ തന്നെ ഇന്ത്യൻ എംബസികളടക്കം ഹെൽപ്പ് ലൈൻ നമ്പറുകളടക്കം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും അതിനുള്ള ഇടപെടൽ നടത്താൻ രാജ്യം
ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അനുഭവങ്ങൾ, ഇന്ത്യയുടെ മുൻ അനുഭവങ്ങളിലും കൃത്യമായി തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ നമ്മുടെ ആളുകളെ കൃത്യമായി അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തേക്ക് വളരെ സുരക്ഷിതമായി എത്തിച്ച ചരിത്രം ഇന്ത്യക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഈ ഇറാന്റെ മേൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണമാവും ഉണ്ടായ ഘട്ടം മുതൽ തന്നെ അക്കാര്യങ്ങളിൽ നോർക്കയും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശമടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും പൗരന്മാരെ സുരക്ഷിതരാക്കി രാജ്യത്തേക്ക് മടക്കി കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ നടപടികളും നിലവിലുണ്ട്. ഏതായാലും സ്ഥിതിഗതികൾ നിലവിൽ നിരീക്ഷിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഇസ്രായേലിൽ സംസാരിക്കുമ്പോൾ ഇസ്രായേലിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ ആളുകൾ പറയുന്നതനുസരിച്ച് അവിടെ അവർക്ക് അപായ സൈറണുകൾ ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് കാഷ്വാലിറ്റി ഉണ്ടാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ സുരക്ഷിതരാണ് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഈ ഇറാനിലടക്കമുള്ള ആളുകളെ വിദ്യാർത്ഥികളോടൊക്കെ നേരത്തെ തന്നെ പോരാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ കൃത്യമായി തന്നെ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പറയുന്നത് ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ, അതായത് ഇന്ത്യൻ എംബസികളിലടക്കം തങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവാക്യുവേഷൻ ആവശ്യമായി വന്നാൽ ഇവരെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ട ഇതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്ത്യക്കാരോട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അഞ്ജലി, അതുപോലെ തന്നെ നമ്മൾ US-ലേക്ക് എത്തുകയാണെങ്കിൽ ഈ ആണവ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ US-ന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നൊരു സംയുക്ത ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുന്നു. ആ ആക്രമണത്തിൽ അവരുടെ നേതാവിനെ തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. ഈ ഒരു ചർച്ചകളുടെ പുരോഗമിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാനെതിരെ നടത്തിയ ആക്രമണം ഈ നയതന്ത്ര രംഗത്തടക്കം US-ന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ? നിലവിൽ ഈ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യം ഈ ആയത്തുള്ള ഖമനേയിയെ കൊല്ലുക എന്നുള്ളതാണ്. അവിടെ പുതിയൊരു ഭരണകൂടം കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അവർ ആണവ കരാർ അല്ലെങ്കിൽ ആണവ ഭീഷണി എന്നതിനപ്പുറത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണത്. അവിടെ പുതിയ ഭരണത്തെ കൊണ്ടുവരിക, ഒരു സ്വതന്ത്ര ഭരണകൂടത്തെ കൊണ്ടുവരിക, ജനാധിപത്യം കൊണ്ടുവരിക, ഈ ഖമനേയിയെ പോലെയുള്ള ഒരു നേതാവിനെ വധിക്കുക എന്നത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ വർഷം ജൂണിൽ ഈ സമാനമായി തന്നെ 12 ദിവസം നീണ്ട ഒരു ആക്രമണം അവിടെ ഇസ്രായേൽ നടത്തിയിരുന്നു. അന്നും അവർ പറഞ്ഞിരുന്നത് ഈ ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നീട് ആ ആക്രമണം അത് ലക്ഷ്യം കാണാതെ പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ അവർ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തത് ഈ ഖമനേയിയെ വധിക്കുക, അവിടെ ഒരു പുതിയ ഭരണകൂടത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ചർച്ചകൾ അവിടെ നടക്കുമ്പോൾ പോലും അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക കരുതുന്നത് അവിടെ ഇത്തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടത്തെ ഉണ്ടാക്കുക, തങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥിതി അവിടെ ഉണ്ടാക്കിയെടുക്കുക, തങ്ങൾ കേൾക്കുന്ന ഒരു ഭരണകൂടത്തെ അവിടെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അമേരിക്ക അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖമനേയിയെ വധിച്ചുകൊണ്ട് നിലവിലുള്ള ആ ഒരു ഭരണകൂടത്തെ, ഈ ഷിയ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് പണ്ട് ഉണ്ടായിരുന്ന ഷായുടെ മകനടക്കമുള്ളവരെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു ഭരണകൂടത്തെ കൊണ്ടുവരും. നമുക്കറിയാം അവിടെ ഈ ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനമൊക്കെ വന്നത്. അവിടെ ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ ഇറങ്ങും, അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞത്. ഏതായാലും പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്നതിനിടെ ആണവ കരാർ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതായിരുന്നു ഈ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച ഖത്തർ അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി ധാരണയാകാൻ ഇപ്പോൾ തിങ്കളാഴ്ച വിയന്നയിൽ ചർച്ച നടക്കാനിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായുള്ള ആക്രമണം നടക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ ട്രംപ് പലകുറി പറഞ്ഞിരുന്നു ഈ എബ്രഹാം ലിങ്കൺ അടക്കം അമേരിക്കയുടെ യുദ്ധക്കപ്പൽ അവിടേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. അവിടെ അത്തരത്തിൽ യുദ്ധത്തിൻ്റെതായ ആക്രമണത്തിൻ്റെതായ ഒരു സാഹചര്യമൊക്കെ നേരത്തെ തന്നെ അമേരിക്ക സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അമേരിക്ക ഇപ്പോൾ
ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ കുവൈറ്റ്, ഖത്തർ അടക്കം സൗദി അടക്കമുള്ള രാജ്യങ്ങളെ കൂടെ നിർത്തുക. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സൗദി അറേബ്യയുമായൊക്കെ ട്രംപ് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ കുട്ടികളെ വധിച്ചതിലടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിലവിൽ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഈ ഭരണകൂടത്തിനെതിരെ, അല്ലെങ്കിൽ ഈ ഷിയ ഭരണകൂടത്തിനെതിരെയാണ് ആക്രമണം നടത്തിയതെങ്കിൽ എന്തിനാണ് ഈ പെൺകുട്ടികൾ, അത് 10 വയസ്സിൽ താഴെയൊക്കെ കുട്ടികൾ പഠിക്കുന്ന ഈ എലിമെന്ററി സ്കൂളിലേക്കുള്ള ആക്രമണം, അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള വിമർശനമൊക്കെ ഇപ്പോൾ ട്രംപിന് നേരെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ശരി, അത്തരത്തിലുള്ള വാർത്തകൾ തന്നെ അല്ലെങ്കിൽ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ